നിങ്ങൾ എങ്ങോട്ട് പോയാലും ശരി, നിങ്ങളുടെ പുറകെ ഞാൻ ഉണ്ടാകും. നിങ്ങളെ പ്ലാൻ മുഴുവൻ നശിപ്പിക്കും. എന്റെ അമ്മേ, ഇത് അഗ്നിപർവ്വതമാണ്. അയ്യോ, ഞാൻ എന്തായി കാണിച്ചത്? എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടാം. ഇത് നോക്ക്, ഞാൻ ഈ ക്യാമറയിലെടുത്ത ഫോട്ടോയാ അത്. നീ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തു ഹണി. നീ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരിക്കുകയാണ്. കൊച്ചളിയാ, ഇത് ഫോട്ടോ ആൽബത്തിന്റെ കവറാ. ഫോട്ടോ അകത്താ, ഗ്ലാസിന്റെ ഫോട്ടോ. ഇത് പക്ഷെ മഴത്തുള്ളിയുടെ ഫോട്ടോയാണല്ലോ. അതെ, പുറത്ത് മഴ പെയ്യായിരുന്നു, അതുകൊണ്ട് അങ്ങനെ തോന്നുന്നേ. ഇത് നോക്ക്, ചന്ദ്രന്റെ ഫോട്ടോ. പക്ഷെ ഇതിൽ നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ചന്ദ്രൻ എവിടെയാണ്? ഇത് കർത്തവാവിന്റെ അന്നെടുത്ത ഫോട്ടോയാണ്. 3 ദിവസം വെയിറ്റ് ചെയ്താൽ ചന്ദ്രനെ കാണാൻ പറ്റും. ഇവന് ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തേ മതിയാവൂ. ആ എടാ ഹണി, നിന്റെ ഫോട്ടോ ഞാനിപ്പോ എടുത്ത് കാണിക്കാം. നിക്ക്, ഞാൻ ആദ്യം ഒന്ന് റെഡി ആയിക്കോട്ടെ. ഓക്കെ, ഐ എം റെഡി. കുറച്ച് ലെഫ്റ്റ്. എന്റെയോ അതോ നിന്റെയോ? എടാ ഒന്ന് നിക്ക്, ഞാൻ മനസമാധാനത്തോടെ ഫോട്ടോ എടുത്തോട്ടെ. ഒരൽപ്പം ലെഫ്റ്റ്, ഒരൽപ്പം കൂടെ. പോ പോ, പുറകെ പോ. ഇനി ഞാൻ എന്തായാലും എപ്പോഴും സെൽഫി മാത്രമേ എടുക്കുള്ളൂ. കുട്ടികളെ, പോലീസ് കൊടുത്തു കള്ളന്മാർക്ക് വാണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഗുഡ് മോർണിംഗ്. അടികൈ. ഗുഡ് മോർണിംഗ്. നല്ലതുപോലെ മഴ നനഞ്ഞ കാരണം കുട്ടിക്ക് സുഖമില്ലാതായി. നിങ്ങളെ കണ്ടപ്പോൾ കിറ്റിക്ക് ഇപ്പൊ എന്നെ വേണ്ടാതായി. അടികൈ. നിന്റെ കയ്യിൽ ക്യാമറയോ? നീ ആരെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണോ? ഇതാരാ ചെയ്ത്? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഫ്ലാഷ് അടിച്ച് എന്റെ ദേഹം ആകെ കറുത്തുപോയി. ഹണി തന്നെ ആയിരിക്കും. ഫോട്ടോഗ്രാഫിന്റെ ഭൂതം അവനെ പിടിച്ചിരിക്കുകയാണ്. ഇവൻ ഇന്നലെ 300 പ്രാവശ്യം പൂക്കളെ ഫോട്ടോ എടുത്തു, പക്ഷെ എല്ലാം കറുപ്പായിരുന്നു. കാരണം ലെൻസിന്റെ കവർ അവൻ ഊരാൻ മറന്നു. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് ഞാൻ അവനോട് ചോദിച്ചു. ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താ പോരെ എന്ന് ചോദിച്ചു. എടാ ഹണി, നിനക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണല്ലേ? എങ്കിൽ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. അതിൽ പങ്കെടുക്ക്. ജയിക്കുന്നവർക്ക് ഒരു ഫിലിം ക്യാമറയും 50,000 രൂപ സമ്മാനവുമുണ്ട്. അത് കൊള്ളാം. നല്ല ക്യാമറ കിട്ടുകയും ചെയ്യും. നിന്റെ ഈ പൊട്ട ക്യാമറ വെച്ച് നീ ജോർദാറിന്റെ ഫോട്ടോ എടുത്തു. അതൊരു വൃത്തികെട്ട ഫോട്ടോ ആയിരുന്നു. അത് കണ്ടാൽ തോന്നും ജോർദാർ ചെളിക്കുണ്ടിനകത്ത് വീഴുന്നുവെന്ന്. സോർദാർ അല്ല, ക്യാമറയാണ് ചെളിക്കുണ്ടിൽ വീണത്. അതുകൊണ്ടാ ഫോട്ടോ അങ്ങനെ ആയി പോയത്. കന്നാ സാറേ, പോയിട്ട് ഒരു 50 വർഷം കഴിച്ചു വന്നേക്ക്. അതെന്തിനാ? ഹണിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ ഏകദേശം അത്രയും സമയം എടുക്കും. കന്ന സർ, കോമ്പറ്റീഷന്റെ ജഡ്ജ് ആരായിരിക്കും? ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ചാൽ കിട്ടുന്നത് പെറ്റിയാണ്. കോമ്പറ്റീഷനിലെ ജഡ്ജ് നമ്മുടെ കിറ്റിയാണ്. അടികൈ. എന്റെ ഫോട്ടോ വേഗം എടുക്കും എന്റെ ഫോട്ടോഗ്രാഫർ. അല്പം ലെഫ്റ്റ്. ഞാനോ? കിട്ടി, ഞാൻ സൂര്യനോട് പറയുകയായിരുന്നു, നിന്നെ ഞാൻ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. നീ ഓൾവേസ് റൈറ്റ് ആണ്. ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. ഇത്രയും പേരോ? ഇവരെല്ലാവരോടും ഒരുമിച്ച് വരാൻ പറഞ്ഞേക്ക്. നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. ഹണി, ഇവരെല്ലാം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരാണ്, ഗ്രൂപ്പ് ഫോട്ടോയ്ക്കല്ല. കൊച്ചളിയാ, ഇവിടെ എത്രമാത്രം ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഇതാ നോക്ക്, ചലിക്കുന്ന ഫോട്ടോ കണ്ടോ? എടാ ഹണി, അത് ജനാലയാണ്. നീ വേഗം വാ. അല്ല, നിങ്ങൾ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫോട്ടോ എടുക്കുന്ന സമയത്ത് എങ്ങനെ ശബ്ദം വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ വന്നതാണ്. കിച്ച് കിച്ച് അല്ലെങ്കിൽ ടുക് ടുക് ടുക്. ടുക് ടുക് എങ്ങനെയാണ് വരുന്നത്? ഞങ്ങൾ മരം കൊത്തിയുടെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. എന്താ സംശയമുണ്ടോ? ഞങ്ങൾ ഈ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുതിര പന്തയത്തിൽ കഴുതകളും ഓടാൻ വന്നിരിക്കുക. നിന്നെ ആരോ ശരിക്കും മണ്ടനാക്കിയിരിക്കുകയാണ്. ഇത് റേസ് അല്ല, ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ആണ്. ഇവിടെ ഫോട്ടോ എടുത്തോണ്ട് ഓടാനൊന്നും പറ്റില്ല. എന്റെ ബുദ്ധിയെ തൈരാക്കി മാറ്റരുത്. ബുദ്ധിയെ തൈരാക്കാൻ പറ്റില്ല. പാലിന് വേണമെങ്കിൽ തൈരാക്കാം. ആ പാലുകാരൻ നിന്നെ മണ്ടനാക്കിയിരിക്കുകയാണ്. ഇനി നീ സൂക്ഷിക്കണം, കേട്ടല്ലോ? ഇങ്ങനെ പോയാൽ ആര് വേണമെങ്കിലും നിന്നെ മണ്ടനാക്കും.
എല്ലാവരും ശ്രദ്ധിക്കൂ, കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളെ പിന്നെ കണ്ടോളാം. ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്. ചേട്ടാ സുഖം തന്നെയാണോ? വൈകിട്ട് വീട്ടിലേക്ക് വാ, നമുക്ക് ക്യാരംസ് കളിക്കാം. നീ എന്താ ഈ കാണിക്കുന്നേ? ഇദ്ദേഹം സുഹൃത്താണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്റെ കൂട്ടുകാരോട് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടേ സംസാരിക്കുള്ളൂ. ഈ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സിറ്റിയിലെ അപ്കമിംഗ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. നിങ്ങൾ ഫോട്ടോ എടുക്കുവാൻ തയ്യാറാണോ? എപ്പോഴോ ഞാൻ തയ്യാറാണ്. ഫോട്ടോ എടുക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ ഫോട്ടോഗ്രാഫറാണ്. നിങ്ങൾ എല്ലാവരും ഒരു ദിവസം ഒരു അഡ്വഞ്ചർ ഫോട്ടോ എടുക്കേണ്ടതാണ്. ആരുടെ ഫോട്ടോയാണോ നല്ല ഫോട്ടോ അവർക്ക് പ്രൈസ് കിട്ടും. കൂടാതെ നിങ്ങളുടെ ഫോട്ടോ സിറ്റി മുഴുവൻ ഒട്ടിക്കും. എടാ, ഇത് വളരെ സാധാരണ ഫോട്ടോയായി മാറും. നമുക്ക് വേറെ എവിടെയെങ്കിലും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്താം. എടാ, ഈ പാറയിലാരെ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുക. എന്റെ കൈ ചോന്നിരിക്കുന്നത് കണ്ടോ? എടാ, ഇവിടെ വല്ലാത്ത ചൂടടിക്കുകയാണ്. എങ്ങനത്തെ ചൂടെന്ന് വെച്ചാൽ പാറ വിട്ടേക്ക് കൈയൊന്ന് ഉരയ്ക്കുകയാണെങ്കിൽ പോലും തീ വരുന്നുണ്ട്. എനിക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടിയിരിക്കുക. ഇവിടെ തന്നെ ഇത്ര ചൂടുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ പോയി ഫോട്ടോ എടുത്താൽ എത്ര ചൂടുണ്ടാവും? അതെടുത്താൽ തീർച്ചയായിട്ടും ജയിക്കും. കഴുതേ, ഫോട്ടോയിൽ ഒരിക്കലും ടെമ്പറേച്ചർ അറിയാൻ കഴിയില്ല. എന്തുകൊണ്ട് അറിയാൻ കഴിയില്ല? ഇന്നലെ ഞാൻ തെർമോമീറ്ററിന്റെ ഫോട്ടോ എടുത്തായിരുന്നു. അതിലുണ്ടായിരുന്നല്ലോ 102 ഡിഗ്രി ടെമ്പറേച്ചർ. ആരെങ്കിലും ഇവന്റെ കയറൊന്ന് കട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മിക്കവാറും ഇവന്റെ പണി ഞാൻ തന്നെ തീർക്കും. സംശയമുണ്ടോ? ഇവരെങ്ങോട്ടായിരിക്കും ഈ പോകുന്നത്? നിങ്ങൾ എങ്ങോട്ട് പോയാലും ശരി, നിങ്ങളുടെ പുറകെ ഞാൻ ഉണ്ടാകും. നിങ്ങളെ പ്ലാൻ മുഴുവൻ നശിപ്പിക്കും. എന്റെ അമ്മേ, ഇത് അഗ്നിപർവ്വതമാണ്. അയ്യോ, ഞാൻ എന്താ ഈ കാണിച്ചത്? എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടാം. ഇത്രയും ചൂട് എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ലാവയുടെ ചൂടാണ് മുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. സംശയമുണ്ടോ? മുകളിലേക്ക് വയ്ക്കടാ, താഴെ ലാർവയാ. ഇടത്തോട്ട് പോ, വലത്തോട്ട് പോ. ഏയ്, ഞാനൊരു ഓട്ടോ ഒന്നും അല്ല. നിങ്ങൾ 3 പേരും കൂടി എന്നെ ഭരിക്കാനായിട്ട്. വലത്തോട്ട് പോ, ഇടത്തോട്ട് പോ എന്ന്. ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാണ്. ബണ്ണി, സോർദാർ, നിങ്ങൾ നന്നായിട്ട് എന്നെ പിടിച്ചോ. ഞാൻ കൈവിടാൻ പോവാണ്. ഓക്കേ? എടാ, ഈ സമയത്ത് നീ എന്തിനാ ഫോട്ടോ എടുക്കുന്നേ? പോപ്പട്ടെ, കുറച്ചുകൂടെ അടുത്ത് വരാൻ പറ്റോടാ? എടാ, നിനക്ക് സൂം ചെയ്യാൻ അറിയില്ലേ? നീ എന്നെ തത്തമ്മ തന്തൂരി ആക്കിയ തീരുവല്ലേ? നീ വേഗം ഫോട്ടോ എടുക്ക. ഞാൻ മുകളിലേക്ക് പറക്കാൻ പോവുകയാണ്. ഇവിടുന്ന് ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ 2 കൈ കൊണ്ട് ഫോട്ടോ എടുക്കാം. ചീസ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് 3 പേർക്കും വയറ്റിൽ ഒരേ സമയം പ്രശ്നമായെന്നാ. ഇത് ഈ അഗ്നിപർവ്വതത്തിന്റെ സംഭവമാണ്. ഇതിപ്പോ പൊട്ടാൻ പോവുകയാണ്. ഓക്കോ, ഒന്ന് പിടിച്ചോ. ശൈലസാ. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ന് ദീപാവലിയാണ്. ദീപാവലി അല്ല, പോപ്പട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പണി ഇന്ന് തന്നെ തീരുമായിരുന്നു. എടാ, ഈ ബാഗ് നിനക്ക് നേരത്തെ തന്നെ ഓപ്പൺ ചെയ്യാൻ പാടില്ലായിരുന്നോ? ഇത്രയും ചെറിയ പോപ്പറ്റായ ഞാൻ നിങ്ങൾ 3 പേരെയും പൊക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ആ, എന്തെങ്കിലും ആവട്ടെ, ഇങ്ങോട്ട് നോക്ക്. ഫോട്ടോ നന്നായിട്ടുണ്ട്. വേഗം കോമ്പറ്റീഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോകും. ആ, മുതിർന്നവരെ കണ്ടാൽ എല്ലാവരും ബഹുമാനിക്കണം. ഇപ്പോൾ എല്ലാവരും ഫോട്ടോ കാണിക്കണം. ഇത് ക്രൊക്കഡൈലിന്റെ ഫോട്ടോയാണ്. ഇത് പൂക്കളുടെ ഫോട്ടോയാണ്. ഇത് റാബിറ്റിന്റെയാണ്. രാത്രി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് പകലാണ്. ഹണിയും പണിയും അവരുടെ ഫോട്ടോ കാണിക്കാൻ പോവുകയാണ്. അടികൈ. ഇങ്ങോട്ട് നോക്ക്. ജീവൻ പണയം വെച്ചാ ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത്. എത്രമാത്രം അഡ്വഞ്ചറസ് ഫോട്ടോ ആണെന്നറിയോ? എന്നാൽ ഇതിനേക്കാളും നല്ലത് നോക്കിക്കോ. അജിനമോട്ടോ ചേർക്കാതെയാണ് ആഹാരം ഉണ്ടാക്കേണ്ടത്.
ഇവനെടുത്ത ഫോട്ടോയാണ് നിന്റെ ഫോട്ടോയേക്കാൾ നല്ലത്. അടികൈ. ഒന്ന് മാത്രമല്ല, അതാ ഒരുപാടുണ്ട്. ഇത് ഇത് അത് നോക്കൂ. അല്ല സണ്ണി, നിന്റെ ഈ ഫോട്ടോ എന്റെ കമ്പ്യൂട്ടറിലെ സ്ക്രീൻ സേവർ ഫോട്ടോ പോലെ ഉണ്ടല്ലോ. ഏ? ഏ? 50,000 രൂപയും ഫിലിം ക്യാമറയുടെ വിന്നറാണ്. ടക് 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 ടക്. എന്തിനാടാ ഇത്രയധികം പടക് പടക്? ജയിച്ചത് അവനാണ്, സംശയമുണ്ടോ? The one and only. എടാ സണ്ണി, റിസൾട്ട് അവര് തന്നെ പറഞ്ഞു. ജയിച്ചത് ഇദ്ദേഹമാണ്. ഇത് അറിയില്ലായിരുന്നു. കാശ് തരാതെ പറ്റിക്കാതെ കരുതിയോ? നീ വേഗം ബാത്റൂമിലേക്ക് പോകാൻ നോക്ക്. എന്തിനാ ഷൂ ഷൂ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? നേരത്തെ ഞാൻ സൈബർ കാഫിലെ ആളാണ്. രാവിലെ മുതൽ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് എഡിറ്റിംഗ് കട്ടിങ് നടത്തിയിട്ട് കാശ് തരാതെ മുങ്ങിയതായവൻ. സണ്ണി റിസ്കി ആയിട്ടുള്ള ഫോട്ടോയും എടുത്തു, സൈബർ കഫേയിലേക്കും പോയി. നിന്നെ കൊണ്ട് എങ്ങനെയാ അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? എന്തായാലും ഈ സമ്മാനത്തുക മുഴുവൻ നിനക്ക് തന്നെ കിട്ടേണ്ടതാണ്. അയ്യോ, ഇവൻ എവിടെയും പോയില്ല. ദാ നോക്ക്, ഇതാണ് യഥാർത്ഥ ഫോട്ടോ. ഇത് അഗ്നിപർവ്വത ഫോട്ടോ. ഇത് രണ്ടും ഇവൻ ഒന്നിച്ചാക്കി ഈ ഫോട്ടോ പോലെ ആക്കി. ആ ഫോട്ടോയാണ് ഈ ഫോട്ടോ. അല്ലല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഇയാള് കള്ളം പറയുകയാണ്. ഞാൻ അങ്ങനത്തെ കള്ളത്തരം ഒരിക്കലും ചെയ്യുകയില്ല. എടാ നിൽക്കടാ അവിടെ, പൈസ തന്നിട്ട് പോടാ കള്ളാ. ബൗളർ എറിയും നല്ല സ്പിന്നർ. കിറ്റി വേഗം പറയൂ, ആരാണ് വിന്നർ? And the winner is Honey.